അടൂർ ഭാസിക്കെതിരെ അടുത്തിടെ ആരോപണവുമായി നടി ഷീല രംഗത്തെത്തിയത് വാർത്തയായിരുന്നു. ആ കാലത്ത് മീറ്റു ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നേനെ എന്നാണ് ഷീല ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ നടനെക്കുറിച്ച് സംസാരിക്കവേ വെളിപ്പെടുത്തിയത്. സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് അടൂർ ഭാസിയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് KPAC ലളിതയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ പല സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ അടൂർ ഭാസി ശ്രമിച്ചിരുന്നുവെന്നായിരുന്നു KPAC ലളിത പറഞ്ഞത്. എന്നാൽ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് നടി ശ്രീലത നമ്പൂതിരി പറയുന്നു. മറ്റുള്ളവരെ കാണിക്കാനായി ദേഹത്ത് തൊടുന്ന രീതി നടൻ ഉണ്ടായിരുന്നുവെന്നും ശ്രീലത ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ജോഡിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പ്രണയം തോന്നിയിട്ടില്ലെന്നും അതിനാൽ ഗോസിപ്പുകൾ വരുമ്പോൾ വിഷമം തോന്നുമായിരുന്നുവെന്നും നടി പറയുന്നു. അടൂർ സാറിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഭയങ്കര പിശുക്കനാണ്. നയാ പൈസ ചെലവാക്കില്ല. പുള്ളി താരതമ്യപ്പെടുത്താറുള്ളത് പ്രേം നസീറുമായിട്ടാണ്. പ്രേം നസീർ മാത്രം അഭിനയിച്ചാൽ സിനിമ ഓടുമോ? നമ്മളെപ്പോലുള്ളവർ കൂടി വേണ്ടേ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത. പ്രേം നസീറിന്റെ അതേ രീതിയിൽ താനും നിൽക്കണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രേം നസീറിന് ഒത്തിരി നായികമാരുണ്ട്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനൊരു നായികയില്ലെന്ന് തോന്നൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തിരിക്കുമ്പോൾ കയ്യിലൊക്കെ തൊട്ട് ഓരോ ചേഷ്ടകൾ കാണിക്കും. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കുമുണ്ടെന്ന് കാണിക്കാനുള്ള ശ്രമമാണത്. പക്ഷേ അങ്ങേർക്ക് പെണ്ണുങ്ങളെ പേടിയാണ്. ഒരിക്കൽ കവിയൂർ പൊന്നമ്മ ചേച്ചി എഴുതിയിരുന്നു, പേടി കൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. പരിചയമില്ലാത്ത ഒരുത്തിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അവൾക്ക് ചിലവനായി കൊടുക്കണമെന്നാണ് ചിന്ത. അങ്ങനൊരു ദിവസം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാനും പൊന്നമ്മ ചേച്ചിയും എല്ലാം കൂടി ചോദിച്ചു, അങ്ങനെ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്ന്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പെണ്ണുങ്ങൾ കാശടിക്കുമോ എന്ന തോന്നലുണ്ട് അങ്ങേർക്ക്. അതുകൊണ്ട് അടുക്കില്ല. പിന്നെ ഇതെൻ്റെ ആളാണെന്ന് മറ്റുള്ളവരെ കാണിക്കണം. അഭിമുഖം പകർത്താനോ മറ്റോ ആരെങ്കിലും വന്നാൽ അവരുടെ മുന്നിലും നേരത്തെ പറഞ്ഞതുപോലുള്ള ചേഷ്ടകൾ കാണിക്കും. നമ്മുടെ സ്വന്തം ആളാണെന്ന രീതിയിൽ പെരുമാറും. അപ്പോൾ അവരും കരുതും ശരിയാണെന്ന്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ഗോസിപ്പുകളും വരുമായിരുന്നു. എന്ത് ചെയ്യാനാണ്? ആദ്യമൊക്കെ സങ്കടം വരുമായിരുന്നു. ഒരിക്കൽ നസീർ സാർ എന്നെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ പ്രശസ്തയായി കഴിഞ്ഞു. പ്രശസ്തി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. ഒരിക്കലും അദ്ദേഹത്തോട് പ്രണയം തോന്നിയിട്ടില്ല. അന്ന് എനിക്ക് 18ഉം അദ്ദേഹത്തിന് 40ഉമായിരുന്നു പ്രായം. പിന്നെ എൻ്റെ സങ്കല്പത്തിലുള്ള ആളുമായിരുന്നില്ല അദ്ദേഹം. പിന്നെ എങ്ങനെ പ്രണയം തോന്നും? ദേഹത്തൊക്കെ അദ്ദേഹം തൊടുന്നതിൽ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കരുതും. അമ്മയും അവിട്ടിരുന്ന് പ്രതികരിക്കരുതെന്ന രീതിയിൽ കണ്ണു കാണിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി വിടും. അദ്ദേഹം കൂടെ അഭിനയിക്കുന്നവരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നയാളാണ് എന്നും ശ്രീലത നമ്പൂതിരി പറഞ്ഞു.